ഗ്രീൻ കളർ എഗ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പുതിന, മല്ലിയില, അതിനൊപ്പം 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇതൊന്ന് പേസ്റ്റാക്കി വെക്കാം. അതിലേക്ക് 3-5 കശുവണ്ടി പരിപ്പ്, കുറച്ച് പെരുംജീരകം, 3-4 കുരുമുളക്, ഒരു തക്കാളി, കുറച്ച് തേങ്ങ. ഇത് നന്നായി പേസ്റ്റാക്കി വയ്ക്കുക. അതിനുശേഷം ചീനിച്ചട്ടിയിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ പുഴുങ്ങിയ മുട്ട ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയിൽ ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് നന്നായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് വരും. ആ ഓയിലിലേക്ക് സവോള കൊച്ചുള്ളത് ഇത് നന്നായി വഴറ്റുക. നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നന്നായി ഇളക്കുക. ഉപ്പിടുക. അതിനുശേഷം മൂടി വെച്ച് നന്നായി തിള വരുമ്പോഴത്തേനും നമുക്ക് മുട്ട ഇട്ടിട്ട് ഒരു വട്ടം കൂടി ബോയിൽ ചെയ്തെടുക്കാം. ഇത്രയും തിളച്ചപ്പോൾ ഇച്ചിരി കൂടി നമുക്ക് വറ്റണം. എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാകുമ്പോഴത്തേനാണ് നമ്മൾ മുട്ട ഇടേണ്ടത്. വറുത്ത് വെച്ച് മുട്ടയിട്ടിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം കസൂരി മേത്തി നന്നായി ചൂടാക്കിയിട്ട് അത് പൊടിച്ച് ലാസ്റ്റ് ഇടും. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയാൻ വേണേ. ഇത് ചപ്പാത്തിയുടെ ഒപ്പം, പൂരിയുടെ ഒപ്പം, പൊറോട്ടയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്.